നമ്മുടെ നിത്യോപയോഗം ചെയ്യുന്ന ചില ഭക്ഷണങ്ങൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹൈ ഫോർമാറ്റ് ഫുഡ് എന്ന് പറയും. അതായത് ആപ്പിൾസ്, നമ്മൾ കഴിക്കുന്ന ആപ്പിള്, അത് സാധാരണ നമ്മുടെ രീതിയിൽ പറയുന്നത് ഭയങ്കര ഹെൽത്തി ആണെന്നാണ്. പക്ഷേ IBS-D, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഡയറിയ ടൈപ്പ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആപ്പിൾസ് കഴിക്കാൻ പറ്റില്ല. വേറൊന്നാണ് ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ എന്താ പറയുക ബീൻസ്, പയറുവർഗ്ഗങ്ങൾ. ഇതെല്ലാത്തിലും ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അത് റിയാക്ട് ചെയ്ത് വയറിളകി പോകേണ്ട സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനത്തെ ഫുഡ്സ് നമ്മൾ ഒഴിവാക്കുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഈ റിയാക്ഷൻ കുറയും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഗോതമ്പ്, ഡയറി പ്രോഡക്ട്സ്, നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം പലപ്പോഴും മിക്കവർക്കും സെൻസിറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പം അവോയ്ഡ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് തിങ്, നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യണം. കാരണം സ്ട്രെസ്സ് വന്ന് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ സ്ട്രെസ്സിന് നമുക്ക് ഒരു പോസ് എടുത്ത് ഒരു നിമിഷം നമ്മളൊന്ന് ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് സമാധാനമായിട്ടിരുന്ന് ഒന്ന് ദീർഘശ്വാസമൊക്കെ എടുത്ത് വിടുമ്പോഴത്തേക്ക് ആ ഇമ്മീഡിയറ്റ് സ്ട്രെസ് റിയാക്ഷൻ നമുക്ക് ശരീരത്തിൽ കുറയും. അതുപോലെ തന്നെ സിന്തറ്റിക് ഭക്ഷണങ്ങൾ, അതായത് ഷെൽഫിൽ ഒരുപാട് നാൾ വെച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാക്കും, അതിനകത്ത് കളറുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഗട്ട് ലൈനിങ്ങിന് ഇറിറ്റേറ്റ് ചെയ്ത്.